ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് അവാർഡും ക്യാഷും നൽകും എന്ന് പറഞ്ഞ് മലപ്പുറം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഹാരിസ് മുതൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ കണ്ടു. അതേപ്പറ്റി സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായി എനിക്ക് ശക്തിയായ വിയോജിപ്പുകളുണ്ട്. അത് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല SNDPയുടെ തെരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യപരമാക്കണം, അത് കമ്പനി നിയമം അനുസരിച്ച് എല്ലാ അംഗങ്ങൾക്കും വോട്ട് ചെയ്യാവുന്ന വിധത്തിലാക്കണം എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടി തന്നെ നിൽക്കുകയും ചെയ്യും. അതേപോലെ തന്നെ സമുദായത്തിന് വേണ്ടി അദ്ദേഹം കുറേ കൂടി പ്രവർത്തിക്കേണ്ടതായിരുന്നു. അതുപോലെ മറ്റ് കാര്യങ്ങൾ ഞാൻ 2020 തന്നെ പത്രസമ്മേളനം നടത്തി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ 88 വയസ്സുള്ള വന്യവയോധികനായ അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടാക്കുന്ന വിധത്തിൽ ഒറ്റയ്ക്കിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നത് ഒരു കാടത്തമാണ്. അത് ആരൊക്കെയാണ് ഈ ചെയ്യുന്നത്? മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന അവരുടെ 10 ഡൽഹി കൂടാതെ 10 സ്ഥലങ്ങളിൽ അവർക്ക് നൽകിയ ഗ്രാൻറ്റുകൾ അത് തെറ്റിച്ചതിനെതിരെ ഫിനാൻസ് ഇൻസ്പെക്ഷൻ വിധി നടത്തിയ റിപ്പോർട്ടുകളിൽ എന്ത് പറയുന്നു? ഡൽഹിയിൽ നടന്ന അഴിമതിയെക്കുറിച്ച് എന്ത് പറയുന്നു? അതിനൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അവരുടെ ഭാഗത്തുനിന്ന്. എറണാകുളത്ത് ജോൺസൺ മാവുങ്കലുമായി കൂടിച്ചേർന്ന് നടത്തിയ കുടുംബസമ്മേളനം, അതേപ്പറ്റിയും പറയാനൊന്നുമില്ല. അതുപോലെ കിരൺ ബാബു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് എതിരെ നടത്തിയ ലൈംഗിക അതിക്രമത്തിനെ പറ്റിയും ആ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്യാത്തതിനെ പറ്റിയും യാതൊരു പരാതിയുമില്ല. ഇങ്ങനെയൊക്കെയാണ് മാധ്യമപ്രവർത്തനം നടക്കുന്നത്. മാത്രമല്ല ഏഷ്യാനെറ്റ് ന്യൂസിലെ അബ്ജോദ് വർഗീസ് എന്ന് പറയുന്ന ഒന്നാന്തരം വൺ സൈഡഡ് മാധ്യമപ്രവർത്തനം നടത്തുന്ന അയാൾ സനാതനധർമ്മത്തിനെതിരെ മാത്രം, അയാളുടെ സ്വന്തം ധർമ്മം വലുത്, അതുപോലെ അംബേദ്കർജി പറഞ്ഞ കൃത്യമായ കാര്യങ്ങളുള്ള ആ മതവും വലുത്, സനാതനധർമ്മം മാത്രം മോശം എന്ന കാര്യം നടത്തിയ അബ്ജോദ് വർഗീസിനെതിരെയും മാധ്യമപ്രവർത്തകർക്ക് ഒന്നും പറയാനില്ല. അങ്ങനെയിരിക്കെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളുടെ കാര്യം ശരിയാണ്. പക്ഷേ കഴിഞ്ഞ 9 വർഷവും അല്ലെങ്കിൽ ഇപ്പോൾ 10 വർഷവും LDF ഗവൺമെൻറ്റും അതിനൊന്നും ചെയ്തില്ല എന്നതും യാഥാർത്ഥ്യമാണ്. അതിൽ തീർച്ചയായിട്ടും വളരെ ശക്തമായ സാന്നിധ്യമുള്ള സമുദായമായ അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് അവിടെ ഒന്നും കൊടുത്തില്ല ഇത്രയും നാളും എന്നുള്ളത് വളരെ തെറ്റായ കാര്യം തന്നെയാണ്. അത് അദ്ദേഹം പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് അത് എടുത്തു പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ വർഗീയവാദിയാക്കി ഒറ്റപ്പെടുത്തി കുരിശിലേറ്റാൻ നടക്കുന്ന ശ്രമത്തിനെ അപലപിക്കാതിരിക്കാൻ സാധ്യമല്ല. അതുപോലെ അദ്ദേഹത്തിന് ശബരിമല വിഷയത്തിലും യുവതീ പ്രവേശനത്തിലുമുള്ള കാര്യങ്ങളോടും എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇപ്പോൾ ഞാൻ 2017 ജനസംഖ്യയെക്കുറിച്ചും ഓരോ മതവിഭാഗത്തിൻ്റെ ജനസംഖ്യ വർധനയെക്കുറിച്ചും ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന കാര്യങ്ങൾ പുറത്തു പറഞ്ഞപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്ത ഒരാളുണ്ട്, യൂത്ത് കോൺഗ്രസിലെ ഒരു പീക്കോ ഫിറോസ്. ആ കേസ് എന്തായി? അത് സത്യമാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ ആ ജനസംഖ്യാ കണക്കുകൾ. ഇപ്പം എന്താ പുതിയ കേസൊന്നും വരാത്തത്? അപ്പോൾ സത്യം പറയുമ്പോൾ ഭയപ്പെടുത്തി വരുതിയിലാക്കാനുള്ളൊരു ശ്രമമാണ് അത്. ഇപ്പോൾ മാത്രമല്ല, ആ ഭയപ്പെടുത്തി വരുതിയിലാക്കാനാണല്ലോ ആലപ്പുഴയിലും കാഞ്ഞങ്ങാടുമെല്ലാം മുദ്രാവാക്യം വിളിച്ചത്. അത് നടപ്പാകില്ല. ആലപ്പുഴ വേലായുധ പണിക്കരുടെയും അത് ആറമ്മിൽ ചേകവരുടെയും ഉണ്ണിയാർച്ചയുടെയും ഒക്കെ പിന്മുറക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് ഹാരിസെ, എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായിരുന്നാലും അത് നിയമപരമായിട്ട് തന്നെ നേടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു തീവ്രവാദി എന്നല്ലാതെ പിന്നെ പുന്നാരമോനെ എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് തീവ്രവാദിയെ വിളിക്കുക തന്നെ വേണം. അതിൻ്റെ പേരിൽ അത് ഏതാണ്? മരംവെട്ടി ചാനലിലെ ഒരു മാപ്രയാണ്. അപ്പോൾ അതിനെ പറ്റിയൊന്നും അവരുടെ കേസിനെ പറ്റിയൊന്നും ഒരു വിശേഷവും പറയാത്ത ഒരാളത് പറഞ്ഞാൽ, മുഖത്ത് കരിയോയിൽ ഒഴിക്കാൻ വന്നാൽ ബാക്കിയുള്ളവരുടെ കൈ കോണകത്തിൻ്റെ ഇടയിലല്ല എന്ന് മനസ്സിലാക്കിക്കോണം. കേട്ടോ ഹാരിസ്?
അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശനോടുള്ള എല്ലാ വിയോജിപ്പുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഇങ്ങനെ ഇറക്കുന്ന ആൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. അതുമാത്രമല്ല, അതിന് ഉള്ള പ്രവർത്തനം ഉണ്ടാകുകയാണെങ്കിൽ അതിന് തികച്ചും ശക്തമായ പ്രതിപ്രവർത്തനവും ഉണ്ടാകും എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വെറും വെല്ലുവിളിയല്ല എന്നുകൂടി മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് മാധ്യമപ്രവർത്തകരെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. അവരെന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ, എവിടെ നിന്ന് അവർക്ക് ഫീഡിങ് കിട്ടുന്നു, അവർക്ക് വേണ്ടി നടക്കുകയാണ് നല്ലൊരു ഭാഗവും എന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം എനിക്കെതിരെയൊക്കെ എന്തിനു വേണ്ടിയാണ് കേസ് കൊടുത്തതെന്നൊക്കെ ഞാൻ കണ്ടതാണ്. അത് ഈ പത്രസമ്മേളനം നടത്തിയ സമയത്താണ് ഉണ്ടായതെന്നും കൂടി ഞാൻ പറയുന്നു. എന്നിരുന്നാലും ആ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഒറ്റയ്ക്കാക്കി വേട്ടയാടി, അങ്ങനെ ഓരോരുത്തരെയായിട്ട് വേട്ടയാടി ഇല്ലാതാക്കാനായിട്ട് വിട്ടുകൊടുക്കാൻ അത് തെറ്റായ നടപടിയാണ്. തീവ്രവാദി എന്ന് തന്നെ വിളിക്കുക തന്നെ ചെയ്യും. അതിന് വെള്ളാപ്പള്ളിയുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കാൻ വരുന്നവന്, അവാർഡും ക്യാഷും കൊടുക്കുന്നവന്, അവനും ഉണ്ടാകുന്ന അനുഭവം വ്യത്യസ്തമായിരിക്കില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ജയ് ശ്രീറാം.